സുദീപ്, ഒറ്റൊരു ECG കൊണ്ട് മാത്രം നമുക്കൊരു അറ്റാക്ക് ഇല്ല എന്ന് പറയാൻ പറ്റുമോ ഏതെങ്കിലും രോഗിക്ക്? ഇത് അങ്ങനെ ഒരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം 5 മുതൽ 15% വരെ ആൾക്കാർക്ക് നോർമൽ ECGയുമായിട്ട് അറ്റാക്ക് വരാം. അപ്പം ആ വേദനയുടെ ഹാർട്ടിൻ്റെ അറ്റാക്കിൻ്റെ വേദനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ വേദനയുടെ സ്വഭാവമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുമാത്രമല്ല, ഈ രോഗിക്ക് ഈ പേഷ്യൻറ്റിന് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത അവരുടെ ഫാമിലി ഹിസ്റ്ററി, നല്ല സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിലും, പിന്നെ ഡയബറ്റിസ് പോലുള്ള സ്മോക്കിംഗ് അതുപോലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും അവർക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ വേദനയുടെ ആ സ്വഭാവം വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ECG നമുക്ക് സഹായകരമാകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെയുള്ള ഒരു എന്തായാലും ആശുപത്രി എത്തുമ്പോൾ ഡോക്ടേഴ്സ് എപ്പോഴും ഒരു 2-3 ECGs ഒരു അരമണിക്കൂർ ഇടവിട്ട് ECG എടുക്കുകയും പിന്നെ ടോപ്പിൽ നിന്നുള്ള അറ്റാക്കിൻ്റെ ടെസ്റ്റ് ഉണ്ട്, ചെറിയ ബയോമാർക്കേഴ്സ്, കാർഡിയക് ബയോമാർക്കേഴ്സ്, അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. അതിന് ചെറിയ എലിവേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് അറ്റാക്ക് ആണെന്നുള്ളതാണ്. പലതരത്തിലുള്ള അറ്റാക്ക് ഉണ്ട്. വളരെ സീരിയസ് അറ്റാക്കിനാണെങ്കിൽ ECG നമുക്ക് വ്യക്തമായിട്ട് തെളിയും. അല്ലാത്ത അറ്റാക്കിന് ചിലപ്പോൾ ചെറിയ ചെറിയ ചേഞ്ചസേ ഉണ്ടാവുള്ളൂ. എന്നിരുന്നാലും നമ്മൾ ഒരു പേഷ്യൻ്റെയും അങ്ങനെ നെഞ്ചുവേദനയായിട്ട് വരുന്ന പേഷ്യനെ ഒറ്റ ECGയിൽ തിരിച്ച് വീട്ടിൽ വിടാൻ പറ്റില്ല. അപ്പോൾ റിസ്ക് ഉള്ള ഒരാൾ നെഞ്ചുവേദനയായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ആശുപത്രിയിൽ നിൽക്കുകയാണ് നല്ലത്. തീർച്ചയായിട്ടും 24 മണിക്കൂറെങ്കിലും ആശുപത്രിയിൽ നിൽക്കുകയാണ് നല്ലത്.